ദൈവത്തിന്റെ അതിപരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാട്ടെ. എന്ന് പ്രഭാതത്തിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ സെക്ഷനിൽ ദൈവവചനമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ അഡ്മിനായി, ചീഫ് അഡ്മിനായി ശുശ്രൂഷ ചെയ്യുന്ന അഭിഷക്ത കർത്തൃദാസി, അതുപോലെ തന്നെ ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിൽ കൂടിയിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രഭാതത്തിൽ ചൊല്ലുന്നു. നിങ്ങളോട് ഒരുമിച്ച് ഇന്ന് പ്രഭാതത്തിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസം 5-ാമത്തെ സെക്ഷനിൽ ദൈവവചനമായിട്ട് കടന്നു വരുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ നല്ല ഒരു ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ വിടുതലായി തീരട്ടെ. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമായിട്ട് ദൈവീകമായ ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും എന്നുള്ളതിന് സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നാം കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്കായി വെളിപ്പെട്ടു വരും. ആമേൻ. ഞാൻ പുതിയൊരു വ്യക്തിയായിട്ടല്ല, പഴയൊരു വ്യക്തിയാണ്. പല ഇതിനകത്ത് കടന്നു വന്ന് ദൈവവചനം സംസാരിച്ചിട്ടുണ്ടതുകൊണ്ട് എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എനിക്ക് വേണ്ടി സ്തോത്രം ഓർക്കുമ്പോഴൊക്കെ സ്തോത്രം ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. എപ്പോഴും കഴിഞ്ഞെന്ന് വരത്തില്ല, എങ്കിലും വല്ലപ്പോഴൊക്കെ ഓർക്കുമ്പോൾ, പ്രാർത്ഥനയിൽ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നെങ്കിലും ഒരു ഓർമ്മ വന്നാൽ ഒരു സ്തോത്രം പറഞ്ഞു വിടുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ വിടുതലായിത്തീരും. സ്തോത്രം. ഇന്ന് പകൽക്കാലം സമയം ഒട്ടും തന്നെ കളയാതെ 1 മണിക്കൂർ എനിക്ക് തന്നിട്ടുണ്ട്. ആ 1 മണിക്കൂർ കൊണ്ട് ദൈവം തന്ന ചില ആലോചനകൾ നിങ്ങളുടെ മുമ്പിൽ വെപ്പാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം ഞങ്ങളെയും ഇവിടെ കാത്തു പരിപാലിക്കുന്നു. ഇവിടെ നല്ല തണുപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. തണുപ്പ് തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ പുറത്തിരിക്കുമ്പോൾ നല്ല കൊതുകിന്റെ ശല്യവും ഉണ്ട്. കൊതുകുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൊതുക് തിരി കത്തിച്ചിട്ടും കൊതുക് മാറുന്നില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തീക്കകത്ത് പുഴു ഉണ്ടെന്ന് പറഞ്ഞ വാസ്തവം. ഇത്ര തണുപ്പുണ്ടായിട്ട് ചെറിയ കൊതുക് പോലും ചാകുന്നില്ല. ആമേൻ. നല്ല തണുപ്പുണ്ട്. ഞാൻ 2 സ്വെറ്റർ അകത്ത് ഒരെണ്ണം ജാക്കറ്റ് ഈ ആപ്പ് പുറത്തിട്ടിട്ട് ഇരിക്കുന്നത്. ആമേൻ. എന്നിട്ട് ഇവിടെ കൊതുക് ചാകുന്നില്ലെന്ന്. അപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും തീക്കകത്ത് പുഴു ചാവത്തില്ല എന്ന് പറഞ്ഞ വാസ്തവം ഉള്ളത് തന്നെ. ആമേൻ. ഇന്ന് പകൽക്കാലം വിശ്വസിപ്പാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വാസ്തവം തന്നെയാണ്. അപ്പേൻ എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. എനിക്ക് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന വചന ആമേൻ ഈ തന്ന വചനം ഇതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിച്ചാൽ വളരെ നന്നായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 1:35. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മതി. വായിച്ച അഭിഷക്ത ദൈവദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വാക്യത്തിൽ കൂടെ ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടെ ദൈവവചനം നിങ്ങൾ ശ്രവിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ പ്രാർത്ഥനയിൽ നിങ്ങൾ ഈ ദൈവവചനം വായിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഈ വചനം ശുശ്രൂഷിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്നത്തെ ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസം ദൈവാത്മാവ് എനിക്ക് തന്ന ദൈവവചനം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുമ്പോൾ ദൈവവചനം നിങ്ങളോട് കൃത്യമായി സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ഹേമിപ്പിക്കുന്നുവെങ്കിൽ, സംസാരിപ്പാൻ പറയുന്നുവെങ്കിൽ ഞാൻ ദൂതുകൾ വിളിച്ചു പറയും, അല്ലെങ്കിൽ ദൈവവചനത്തിൽ കൂടെയുള്ള ദൂതുകൾ ഇന്ന് പകൽക്കാലം നിങ്ങൾക്കായി ഷെയർ ചെയ്യുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ട ആവശ്യമില്ല. പ്രൈസ് ഗോഡ്. മറിയയോട് ദൈവത്തിന്റെ ദൂതൻ വന്നു പറഞ്ഞ ഒരു അരുളപ്പാട്. ഇന്ന് പകൽക്കാലം 21 ദിവസം ഇരിക്കുന്ന ദൈവമക്കളോട് ഉപവാസമായിട്ടും ദൈവ പ്രാർത്ഥനയോടുകൂടെ പ്രാർത്ഥിക്കാൻ അറ്റൻഡ് ചെയ്യുന്ന ദൈവമക്കളോട് ഇന്ന് പകൽക്കാലം പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരാൻ പോവുകയാണ്. നിങ്ങൾ ഇന്ന് വരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പോവുകയാണ്. നിങ്ങൾ തന്നെ അതിന്റെ സാക്ഷിയായി തീരുമെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. മറിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തിരുവചനത്തിൽ എഴുതിയിട്ടില്ല എങ്കിൽ പോലും
എൻ്റെ ഒരു ആത്മാവിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ബുദ്ധിയിലേക്ക് ദൈവാത്മാവ് തന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇനി ഷെയർ ചെയ്യാൻ പോകുന്നു. പ്രൈസ് ഗോഡ്. മറിയം എന്ന് പറയുന്ന സഹോദരിക്ക് ഏകദേശം 16 വയസ്സായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ചെറിയ അറിവാണ്. ഇനി നിങ്ങളുടെ അറിവിൽ കൂടുതലുണ്ടോ കുറവുണ്ടോ എങ്കിൽ പ്രൈസ് ദി ലോർഡ് കുഴപ്പമില്ല. എങ്കിൽ പോലും പ്രൈസ് ഗോഡ്, നമ്മുടെ 16 വയസ്സുള്ള കുട്ടികളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും പ്രൈസ് ഗോഡ്, അന്നും വലിയ പ്രത്യേകതയൊന്നുമില്ല, ഇന്നും പ്രത്യേകതയ്ക്ക് കുറവുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മറിയയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ മറിയ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രമാണം വായിച്ചുകൊണ്ട് ദൈവത്തോട് പ്രൈസ് ദി ലോർഡ്, ദൈവമേ അങ്ങ് എൻ്റെ അകത്തൊന്ന് ഉരുവാകണമേ, പ്രൈസ് ദി ലോർഡ്, അങ്ങ് എൻ്റെ അകത്തേക്കൊന്ന് കടന്നു വരണമേ എന്ന് അവൾ ദിനം തോറും പ്രമാണം വെച്ചുകൊണ്ട് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയത്തില്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും വാസ്തവം അത് തന്നെയാണ്. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് ദൈവമേ ഇന്നത്തെ വചനം എൻ്റെ അകത്തൊന്ന് പരിവർത്തിക്കണമേ എന്ന് ആര് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നുവോ അവർക്ക് ഇന്ന് പകൽക്കാലം ഒരു വലിയ വിടുതൽ സ്വർഗം നൽകുവാൻ പോകുകയാണ്. ആ മറിയം 16 വയസ്സുള്ള ആ സഹോദരി പ്രൈസ് ഗോഡ്, അവളുടെ ജീവിതത്തിൽ ദിനം തോറും പ്രമാണം വായിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ അങ്ങ് എൻ്റെ അകത്തേക്ക് വരണമേ, അങ്ങ് എന്നിൽ ഉടലെടുക്കണമേ, എന്നിൽ അങ്ങ് പ്രവർത്തിക്കണമേ. ദിനം തോറുമുള്ള പ്രാർത്ഥനയിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പിതാവായ ദൈവം പുത്രനെ അവളുടെ അകത്തേക്ക് അയപ്പാൻ ആഗ്രഹിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നീ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ തന്നെ ദൈവം നിനക്ക് മറുപടി തന്നു മാനിക്കുവാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ ആരും അറിയാതെ ആരോടും പറയാതെ യേശുവിന്റെ നാമത്തിൽ നിന്റെ മുറിക്കരി അകത്തിരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ടല്ലോ, ആരും കാണുന്നില്ല, എന്നാൽ എല്ലാവരും കാണുക, നിനക്ക് സ്വർഗം മറുപടി തരാൻ പോകുകയാണ്. നീ ആരും കാണാതെയാണ് പ്രാർത്ഥിക്കുന്നത്, ആരോടും പറയാതെയാണ് പ്രാർത്ഥിക്കുന്നത്, എന്നാൽ എല്ലാവരും അറിയത്തക്കോണം മറുപടി നിന്റെ കരങ്ങളിൽ ദൈവം തരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ മറിയം 16 വയസ്സുള്ളവൾ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ സ്വർഗം തീരുമാനിച്ചു ഇവളിൽ തന്നെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്നുള്ളത്. ആ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നിയിട്ട് ഗബ്രിയേൽ ദൂതനെ അവന്റെ അടുക്കലേക്ക് അയച്ചിട്ട് ദൂത് പറഞ്ഞതുപോലെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്കായിട്ടൊരു ദൂത് തരാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നീ പ്രാർത്ഥിച്ചതിന്റെ മറുപടി കിട്ടാതെ നീ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ, നീ വളരെ വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ, നീ വളരെ കണ്ണുനീരോടായിരിക്കുമ്പോൾ ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൂതൻ, ഹെബ്രിയൻ ദൂതൻ കടന്നു വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവവചനം നിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. പ്രൈസ് ഗോഡ്. എന്താ കടന്നു വരുന്നെന്ന് അറിയാമോ? നീ പ്രാർത്ഥിച്ചതിന്റെ മറുപടി നിനക്ക് ലഭിക്കുവാൻ പോകുകയാണ്. കാലബര ശദ്ധന. ഇന്ന് പകൽക്കാലം മറിയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിക്കുന്നറിയാമോ? അവൾക്കിടെ ജീവിതത്തിൽ യേശു പ്രവർത്തിക്കണം. യേശു അല്ല, പ്രൈസ് ദി ലോർഡ്, ദൈവ പ്രവൃത്തി അവളിൽ വെളിപ്പെടണം. അന്ന് വരെ യേശു എന്ന് പറയുന്ന ആ ദൈവ മനുഷ്യ അല്ലെങ്കിൽ ആ ഉദ്ധാരകൻ ഭൂമിയിൽ കടന്നു വന്നിട്ടില്ല. മറിയയുടെ സമയത്ത് മറിയ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അങ്ങ് എന്നിൽ വെളിപ്പെടണമേ. ഇന്ന് ആര് പ്രാർത്ഥിക്കുന്നു? ദൈവമേ എന്നിൽ അങ്ങ് വെളിപ്പെടണമെന്ന്. ഇന്ന് പകൽക്കാലം നിന്നിൽ തന്നെ വെളിപ്പെട്ട് ലോകത്തിന്റെ മുമ്പിൽ നീ ഒരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആഗ്രഹിക്കുന്ന മക്കളെ എന്റെ ദൈവം തൃപ്തീകരിക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം ആഗ്രഹമുണ്ടോ? തൃപ്തി തരാൻ ദൈവം മതിയായ ദൈവമാണ്. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം എന്റെ വൈഫ് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, കർത്താവേ അവൾ ഇന്ന് വരെ ഞങ്ങളുടെ വിവാഹം കഴിച്ച് ഏകദേശം 35 വർഷം കഴിഞ്ഞു. ഇന്ന് വരെ അവൾ വിദേശ രാജ്യങ്ങളിൽ ഒന്നും പോയിട്ടില്ല. ആമേൻ. ഇവിടെ വിദേശ രാജ്യത്ത് പോയിട്ടുള്ളവരുണ്ട്, പോകാത്തവരുണ്ട്. എന്റെ ഭാര്യ നിത്യം പ്രാർത്ഥിക്കുമായിരുന്നു, ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് എന്നെ അയക്കണമേ. ഞാൻ പലപ്പോഴും കളിയാക്കി, എടി മോളെ ഇന്ന് വരെ നടക്കാത്ത കാര്യങ്ങളൊന്നും നീ പ്രാർത്ഥിക്കരുത്, വല്ല കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. പ്രൈസ് ദി ലോർഡ്. അവൾ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ട്
എനിക്ക് അവളുടെ കൂടെ പോകാൻ സ്വർഗം സഹായിച്ചു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടില്ല, പക്ഷെ എന്നാൽ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ട് എന്നെയും കൂടി അവളുടെ കൂടെ അയച്ച് 2 മാസം കഴിഞ്ഞ് 2 മാസക്കാലം ദുബൈയുടെ പ്രദേശത്ത് പോയി താമസിക്കുവാനും അവിടെ ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിലെ ദൈവം അടിങ്ങളെ സഹായിച്ചു. ഒരു അർഹത ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഹല്ലേലൂയ പ്രാർത്ഥന കേട്ട് മറുപടി തന്നതാ. പ്രൈസ് ദി ലോർഡ്. 35 വർഷക്കാലത്തെ ഹല്ലേലൂയ പാസ്പോർട്ട് എടുത്ത് 20 വർഷമായി പാസ്പോർട്ട് എടുത്ത് വെച്ച് കൈവച്ച് എന്നും അതിന്റെ മേൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, ഒരു പ്രാവശ്യം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്നെ ഒരു വിദേശ രാജ്യത്ത് അയച്ച് അങ്ങയുടെ മഹത്വം കാണിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെയും എന്റെയും പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. താമസിച്ചു പോയെന്ന് വിചാരിക്കരുത്. ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത് പോലെ 2-ാം അധ്യായത്തിൽ അതിന് 3-ാമത്തെ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. വൈകിയാലും അതിനായി കാത്തിരിക്കാം. അത് വരും നിശ്ചയം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, താമസിച്ചു പോയെന്ന് വിചാരിച്ച് നീ മടുത്തു പോകരുത്. ആമേൻ. ദൈവം തരുന്നത് എന്തിനാണെന്നറിയോ? എല്ലാവരും അറിയത്തക്കവണ്ണമുള്ളതിനാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ പറയാറുണ്ട്, മാർത്തയുടെ വീട്ടിൽ ലാസറിന് രോഗമായി കിടന്നു എന്ന് അറിഞ്ഞപ്പോൾ യേശുവിന് പോയി സൗഖ്യം കൊടുക്കുമായിരുന്നു. യേശു പോയില്ല. പ്രൈസ് ദി ലോർഡ്. മരിച്ചിട്ടും പോയില്ല. 4 ദിവസം കഴിഞ്ഞിട്ട് ചെന്നത് എന്തിനാണെന്നറിയാമോ? യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്താൻ, ദൈവം ആരാണെന്ന് അറിയിക്കാൻ. താമസിച്ചു എന്ന് വിചാരിച്ച് നിന്റെ പ്രാർത്ഥന താമസിച്ചിട്ടും മറുപടി കിട്ടാതിരിക്കുമ്പോൾ നീ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. എന്തിനാ താമസിപ്പിക്കുന്നറിയാമോ? എനിക്കാ താമസം, എന്നാൽ എന്റെ ദൈവം ചെയ്യുന്നത് എല്ലാവരും അറിയത്തക്കവണ്ണം, മഹത്വം വെളിപ്പെടുത്തത്തക്കവണ്ണം, എല്ലാവരും കാണത്തക്കവണ്ണം. ഇന്ന് പകൽക്കാലം നിന്റെ ഹല്ലേലൂയ തലമുറയെ കുറിച്ചായിരിക്കും നീ പ്രാർത്ഥിക്കുന്നത്. നിന്റെ ലോണിനെ കുറിച്ചായിരിക്കും നീ പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ തകർന്ന വിഷയത്തെ കുറിച്ചായിരിക്കും നീ പ്രാർത്ഥിക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥന തീരുമ്പോൾ കർത്താവേ, എനിക്കൊരു മറുപടി വേണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവസനിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും നിങ്ങൾ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശക്തമായി ദൂത് പറയുന്നു, നിന്റെ മറുപടി ഈ ദിവസങ്ങൾ നിന്റെ കരങ്ങളിൽ എത്താൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. മറിയം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു മറുപടി എനിക്ക് കിട്ടുമെന്ന്. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങി വന്നിട്ട് അവളോട് പറയുന്ന ഒരു വാക്കാണ് ഇന്ന് പകൽക്കാലം നിന്നോടും എന്നോടും ദൈവാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആമേൻ. പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് നടക്കുമെന്നറിയോ? ഹല്ലേലൂയ. നിനക്കും എനിക്കും കഴിയാത്ത കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയും. ശിംശോന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ, ശിംശോൻ ചെയ്ത പരിപാടികൾ ആരും ഇന്ന് വരെ ചെയ്യാൻ കഴിയാത്തത്, ആർക്കും ചെയ്യാൻ കഴിയാത്തത് ശിംശോനിൽ കൂടെ സ്വർഗത്തിലെ ദൈവം ചെയ്തെടുത്തു. ആമേൻ. ഒരു കുറുക്കനെ അല്ല പിടിച്ചത്, 300 കുറുക്കനെ ഒരുമിച്ച് പിടിക്കത്തക്കവണ്ണം. പ്രൈസ് ഗോഡ്. ദൈവാത്മാവ് അങ്ങനെ പറയാൻ പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് വരെ ആരും ചെയ്യാൻ കഴിയാത്ത ചില ശുശ്രൂഷകൾ ചെയ്തിട്ട് ബാക്കി വെച്ചത് ഇന്ന് പകൽക്കാലം ദൈവവേദനെ നിന്നിൽ കൂടെ നിന്റെ തലമുറയിൽ കൂടെ ദൈവാത്മാവ് ചെയ്തെടുക്കുമെന്ന് പറഞ്ഞാൽ എനിക്കും നിനക്കും വിശ്വസിപ്പാൻ കഴിയുമോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നീ ഏറ്റെടുക്കുക. നിന്നോട് തന്നെയാണ്. പേര് വിളിച്ചു പറഞ്ഞില്ലെങ്കിലും ദൂത് നിന്റെ അടുക്കലേക്ക് കറക്റ്റ് തന്നെ എത്തുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അമരസക്കനി അനേകരുടെ ദർശനം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനമേ, നിനക്ക് വേണ്ടി ദേശം തുറക്കാൻ പോകുക. നിനക്ക് വേണ്ടി ഹല്ലേലൂയ സ്റ്റേജുകൾ തുറക്കപ്പെടുവാൻ പോകുക. നിനക്ക് വേണ്ടി ഉന്നതന്മാർ കടന്നു വരാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. എന്നാൽ മറിയം അവളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ചു. ദൂത് ചെറുതല്ലായിരുന്നു. ദൂത് ദേശത്ത് നിൽപ്പാൻ കഴിയാത്തത്
പോലെയുള്ള ദൂതായിരുന്നു ദൈവം കൊടുത്തത്. എന്താണെന്നറിയാമോ? അവൾക്ക് പോലും ഹല്ലേലൂയ സ്വീകരിപ്പാൻ കഴിയാത്തൊരു ദൂത കൊടുത്തത്. 16 വയസ്സുള്ള ഒരു സഹോദരിയോട് ദൂതൻ വന്നിട്ട് പറയുന്ന ദൂത് കേട്ടോ, യേശു എന്ന് പറയുന്ന ഉദ്ധാരകൻ, രക്ഷകൻ, രക്ഷിക്കാൻ കഴിവുള്ളവൻ നിന്മേൽ ജനമെടുക്കുവാൻ പോകുന്നു. പ്രൈസ് ഗോഡ്. പെട്ടെന്നൊന്ന് പേടിച്ചു പോയി. ചില ദൂതുകൾ കേൾക്കുമ്പോൾ നമുക്ക് സംശയമാണ്, നടക്കുമോ ഇല്ലയോ. ദൈവം ദൂത് പറഞ്ഞാൽ അത് ഒരിക്കലും മാറത്തില്ല. അബ്രാഹാമിനോട് ദൂത് പറഞ്ഞിട്ട് സ്വല്പം ലേറ്റായെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. 25 വർഷം എടുത്തെങ്കിലും ദൂത് കറക്റ്റാണ്, ദൂത് സമയത്ത് തന്നെ നടക്കും. പ്രൈസ് ഗോഡ്. നിങ്ങൾ വിചാരിക്കും എന്നോട് ദൂത് പറഞ്ഞല്ലത്, ദൂത് പറഞ്ഞതല്ലേ, എന്തുകൊണ്ട് നടക്കുന്നില്ല? അത് നമ്മൾ ചിന്തിക്കേണ്ട. ദൂത് കർത്താവിന്റെ ആണോ? കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. പിന്നെ നമ്മൾ ചോദിക്കരുത് അത് എങ്ങനെ നടക്കും, എപ്പോൾ നടക്കും, ആരിൽ കൂടെ നടക്കും, ആര് നടത്തും. നോ. ആരാ ദൂത് പറഞ്ഞത്? കർത്താവാണോ? നടത്താൻ ശക്തിയുള്ളവനാ പറഞ്ഞത്. പ്രൈസ് ഗോഡ്. ഇന്ന് പകലിൽ ദൂത് മറിയയോട് പറഞ്ഞപ്പോൾ ഇന്ന് വരെ ലോകത്തിൽ ആരിലും നടക്കാത്തത്, പ്രൈസ് ഗോഡ്, ഇന്ന് വരെ ആർക്കും ലഭിക്കാത്തത് മറിയയ്ക്ക് ലഭിച്ചെന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ വിചാരിക്കുന്നതിൽ അപ്പുറമായിട്ട് ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടാൻ പോകുന്നത് യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. ഇന്ന് വരെ വെളിപ്പെടാത്തത് ദൈവം അങ്ങനെ വെളിപ്പെടുത്താൻ പോകുന്നു. യേശുവിനെ മറിയം ഈ ഭൂമിയിൽ ജന്മം കൊടുത്തു. വന്നത് ആരാണെന്നറിയാമോ? സാധാരണക്കാരനല്ല വന്നത്. ആമേൻ. വിദ്വാൻമാരാണ് അവളുടെ അടുക്കലേക്ക് അന്വേഷിച്ചു വന്നത്. ഈ ദിവസങ്ങളിൽ ദൈവവേദനെ നിന്നെ അന്വേഷിച്ച് വരുന്നത് സാധാരണക്കാരനല്ല കേട്ടോ. ആമേൻ. പ്രൈസ് ഗോഡ്. നീ വിചാരിക്കും അല്ലെങ്കിൽ ഈ വൈജ്ഞാനികർ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞാൽ, വിദ്വാൻമാരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരനല്ലെന്ന്. അവർ ആരുടെ അടുക്കൽ അങ്ങനെ പോകാറില്ല. പക്ഷേ അവർ മറിയെ അന്വേഷിച്ചില്ല. എങ്കിൽ യേശു ജനിച്ചപ്പോൾ ഹല്ലേലൂയ മറിയെയും യേശുവിനെയും അന്വേഷിച്ച് അവളുടെ അടുക്കലേക്ക് വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ചില ഉന്നതന്മാർ നിന്നെ അന്വേഷിച്ച് കടന്നു വരാൻ പോകുകയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? നീ പ്രാർത്ഥിച്ചാൽ മതി. നിനക്കൊരു ദൂതുണ്ടെങ്കിൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും. ആമേൻ. നിനക്ക് തോന്നും ഓ അവൻ വലിയവനാണ്, അവനൊന്നും എന്റെ അടുക്കൽ വരത്തില്ല, അവനൊക്കെ ഹൈ ക്വാളിഫൈഡ് ഉള്ളവനാണ്, അവനൊന്നും എന്നോട് മിണ്ടത്തില്ല. എന്നാൽ ദൈവാത്മാവ് പറയുന്നു നീ ചിന്തിക്കുന്നതിൽ അപ്പുറമായി നിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തത്തക്കവണ്ണം ദൈവാത്മാവ് ശക്തമായി എടുക്കാൻ പോവുക. ഈ 3 പേര് വന്നിട്ട് പ്രൈസ് ഗോഡ് മറിയയുടെ അടുക്കൽ വന്ന് മുട്ടുകുത്തി. ആരാധിച്ചത് യേശുവിനെ ആണെങ്കിലും മുട്ടുകുത്തിയപ്പോൾ മറിയയുടെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിന്റെ മുമ്പിൽ അനേകർ വന്ന് മുട്ടുകുത്താൻ പോകുക. ആമേൻ. നിന്റെ കരം വെച്ച് അനുഗ്രഹിക്കത്തക്കവണ്ണം നിന്റെ കുടുംബത്തിൽ നിന്നും നിന്റെ ചർച്ചക്കാരിൽ നിന്നും നിന്റെ ദേശത്തു നിന്നും ചിലർ നിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്താൻ പോകുന്നു. ആമേൻ. നിന്നെ നിന്ദിച്ചില്ലേ യോസേപ്പേ? ഹല്ലേലൂയ. യോസേപ്പിനെ ഹല്ലേലൂയ തള്ളിക്കളഞ്ഞവർ, ആമേൻ, വേണ്ടെന്ന് പറഞ്ഞവര്, അവനെ ഇനി കാണരുതെന്ന് പറഞ്ഞവര് അവന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയെങ്കിൽ പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. ദൈവാത്മാവ് നിന്റെ മുമ്പിൽ അനേകരെ മുട്ടുകുത്തിക്കുവാൻ പോകുന്നു. ദൈവാത്മാവ് പറയുകയാണ് നിന്റെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ നീ അറിയാതെ നിന്റെ പേര് ചോദിച്ച് നിന്റെ അഡ്രസ് മേടിച്ച് നിന്നെ അന്വേഷിച്ച് നിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുമെന്ന്. ആമേൻ. നിന്നെ നിന്ദിച്ചില്ലേ, നിന്റെ പ്രൊമോഷനെ ബന്ധിച്ചില്ലേ, നിന്റെ തലമുറയുടെ ഭാവിയെ കെട്ടിയത് ഇന്ന് പകലിൽ അതിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. മറിയുടെ മുമ്പിൽ വന്ന് മുട്ടികുത്തിയത് ഹല്ലേലൂയ വിദ്വാൻമാരാ, ഒരു സായിപ്പുമാർ അത് പഠിപ്പിച്ചപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? അവർ കൊണ്ടുവന്ന സാധനം ഇന്നത്തെ വില നോക്കുകയാണെങ്കിൽ വെള്ളി ഒരു കുന്തിരിക്കം, പ്രൈസ് ഗോഡ്, ഇന്നത്തെ വില വെച്ച് നോക്കുകയാണെങ്കിൽ അവർ പഠിപ്പിച്ചാണ്. പ്രൈസ് ഗോഡ്. അവർ അമേരിക്കയിൽ നിന്ന് വന്ന് പഠിപ്പിച്ചപ്പോൾ ഇന്നത്തെ വില, പ്രൈസ് ഇപ്പോഴത്തെ വില നോക്കുകയാണെങ്കിൽ 7 കോടി രൂപയുടെ ഗിഫ്റ്റാണ് കൊണ്ടുവന്ന് കൊടുത്തത്.
ആമേൻ. മറിയം കിടക്കുന്നത് എവിടെയാണെന്നറിയോ? കാലി തൊഴുത്തിൽ അല്ലെങ്കിൽ പൈതലുമായി കിടക്കുന്നുവെങ്കിലും അല്ലെങ്കിൽ വന്ന് അന്വേഷിക്കുന്നവർ ആരാണെന്ന് നീ സാധാരണ വ്യക്തിയാണെന്ന് തോന്നിയേക്കാം. വരുന്നവർ ആരൊക്കെയാണെന്നറിയോ? പ്രൈസ് ഗോഡ്. ദേശത്തിലെ ഉന്നതന്മാർ, ശ്രേഷ്ഠന്മാരോടുകൂടെ നിന്നെ പന്നി ഭോജനത്തിൽ ഇരുത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീസസ് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. നീ ഉന്നതന്മാരോടുകൂടെ, അർഹതയില്ലാത്തവരോടുകൂടെ, നിനക്ക് പോലും വിശ്വസിപ്പാൻ കഴിയാത്തവരോടുകൂടെ, നിന്റെ തലമുറ ഇരുന്ന് പന്തി ഭോജനത്തിന് ഇരിക്കുമ്പോൾ നീയും കൂടെ പോയി ഇരിക്കത്തക്കവണ്ണം ആമേൻ. യോസഫ് ഫറവോന്റെ മന്ത്രിയായപ്പോൾ അവന്റെ അപ്പൻ പോയി, യാക്കോബ് പോയി ഫറവോനെ അനുഗ്രഹിച്ചെന്ന് വായിച്ചിട്ടുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. യാക്കോബിനെ അവിടെ കടന്നു ചെല്ലാൻ യോഗ്യതയുണ്ടോ? ഒരു യോഗ്യതയുമില്ല. പക്ഷേ യാക്കോബ് കടന്നു ചെന്ന് ഫറവോനെ അനുഗ്രഹിച്ചെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ നീ അനേകരെ അനുഗ്രഹിക്കാൻ പോകും. ഉന്നതന്മാർ. പ്രൈസ് ഗോഡ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൂതൻ വന്നിട്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവാണ് ഈ കാര്യം ചെയ്യുന്നത് കേട്ടോ. നീയോ ഞാനല്ല ചെയ്യുന്നത്, പരിശുദ്ധാത്മാവാണ് കാര്യം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. അനേകർ ഇതിനെ പലപ്പോഴും വേണ്ടെന്ന് പറയുമ്പോൾ, ഇതിനു വേണ്ടി മാന്യത കൊടുക്കാതിരിക്കുമ്പോൾ, ഇതിനെ വലിയ വില കൽപ്പിക്കാതിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ദൂതെന്ന നിലയിൽ ഞാനൊരു അഭിഷേകത്തോട് നിറഞ്ഞിട്ട് പറയട്ടെ, ഈ അഭിഷേകമാണ് എന്നെ ദുബൈയിൽ കൊണ്ടുപോയത്. ആമേൻ. ഒത്തിരി പേരോടൊന്നും അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷനും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവിടെ അധികം പേരെ പരിചയമില്ലായിരുന്നു. പ്രൈസ് ഗോഡ്. പരിചയം അവിടെയുള്ള ദൈവമക്കളായിട്ടും അല്ലെങ്കിൽ ദൈവദാസന്മാരായിട്ടും എനിക്ക് പരിചയമില്ല. എന്നാൽ പോയിടത്തെല്ലാം ദൈവം ആ ദൈവജനത്തോടു കൂടെ കഴിപ്പാൻ, അവരോടുകൂടെ സഹകരിപ്പാൻ, അവിടെ വാഹനത്തിൽ സഞ്ചരിപ്പാൻ സ്വർഗം അടിയനെയും അടിയന്റെ വൈഫിനെയും സഹായിച്ചു. എന്താ യോഗ്യത എന്നറിയോ? ഈ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന ആമേൻ, നിനക്ക് ചെയ്യാൻ കഴിയാത്തത് സ്വർഗം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുകയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ 21 ദിവസം കഴിയാൻ നിൽക്കണ്ട. അതിനു മുമ്പ് നീ ആള് മാറാൻ പോകുക. നിന്നെ കുറിച്ചുള്ള ചർച്ച ദേശം വെളിപ്പെടാൻ പോകുക. ദേശത്ത് നിന്നെ കുറിച്ചുള്ള ചർച്ച വെളിപ്പെടാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ അലറിയോടെ തക്കവണ്ണം, രോഗികൾ സൗഖ്യമാകത്തക്കവണ്ണം അത്ഭുതങ്ങൾ നിന്റെ കരങ്ങളിൽ കൂടെ നടക്കുമെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ ചരിത്രം മാറ്റത്തക്കവണ്ണം, ചരിത്രത്തെ മാറ്റി എഴുതത്തക്കവണ്ണം 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭയിൽ നടന്നത് ഈ കാലഘട്ടത്തിൽ നിന്നില്ല എന്ന് പറയത്തക്കവണ്ണം വെളിപ്പെടുത്താൻ പ്രൈസ് ഗോഡ്. ദൈവം ഈ സഭയിൽ, ഈ സൂമിലുള്ളവരെ ചിലരെ കരങ്ങളിൽ എടുക്കുമെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ദൂത് വിളിച്ചു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസനിൽ പ്രാർത്ഥിക്ക്. മറിയം പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവേ, അങ്ങയുടെ ദാസി അടിയനിതാ ദൈവാത്മാവ് പറഞ്ഞതുപോലെ അന്നിൽ ഭവിക്കണമെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് വിളിച്ചു പറ. യേശുവിന്റെ നാമത്തിൽ നീ വിളിച്ചു പറയുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നീ അറിയാത്തത് നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പത്രോസേ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പത്രോസിന് യേശു പെന്തക്കോസ്ത് ദിവസത്തിൽ 120 പേരോട് കൂടെ എഴുന്നേൽപ്പിച്ചത്? പ്രൈസ് ഗോഡ്. പത്രോസ് അതിന്റെ ലീഡറായിരുന്നൊക്കെ ആയിരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ദൈവം അവന് കൈമാറിയ അനുഗ്രഹങ്ങളുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ ഈ 11 ശിഷ്യന്മാരും 10 പേരും യേശു ക്രിസ്തു മരിച്ച സമയത്ത് പത്രോസിനോട് പറഞ്ഞു, എടാ ഇന്നും എന്നും പറയുന്നതാ, എടാ നീ യേശുവിന് ഒറ്റ കൊടുത്തില്ലടാ. ആമേൻ എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞു. ഒറ്റ കൊടുത്ത യോധയാണ്. പ്രൈസ് തള്ളിപ്പറഞ്ഞില്ലടാ.
നിനക്ക് എങ്ങനെ മനസ്സ് തോന്നിയിടാ? സ്തോത്രം. ആമേൻ. ഇത് കേട്ടപ്പോ പത്രോസിന്റെ കൃതം, പത്രോസ് വാസ്തവത്തിൽ തള്ളിപ്പറഞ്ഞു, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ഇത് അറിഞ്ഞ ശിഷ്യന്മാർ ഇന്നും പറയത്തില്ലേ? ഇന്നും പറയുന്ന അന്നും പറയത്തില്ലേ? എടാ, നീ 3.5 വർഷം കൂടെ നടന്നല്ലേ, വെള്ളത്തിന്റെ മേലെ നീ നടന്നില്ലേടാ പത്രോസ്? നടന്നു. നീ എന്നിട്ട് യേശുവിനെ പ്രൈസ്തലോ തള്ളി പറഞ്ഞില്ല. നിനക്ക് എങ്ങനെയാടാ ജീവിക്കാൻ? ഇനി ജീവിക്കുന്ന എന്തിനാ? പ്രൈസ് ഗോഡ്. ഇതൊക്കെ പറയുമ്പോൾ പത്രോസിന്റെ ഹൃദയം പടക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ അന്ന് പെന്തക്കോസ്ത് ദിവസം വന്നപ്പോൾ 120 പേരിരുന്നപ്പോൾ മറ്റ് ആരെയും എഴുന്നേൽപ്പിക്കാതെ പത്രോസിനെ ആത്മാവ് തട്ടി എഴുന്നേൽപ്പിച്ചത് എന്തിനാണെന്നറിയോ? പറഞ്ഞവരുടെ മുമ്പിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ. ആമേൻ. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നിന്നെ പലരും മാറ്റി നിർത്തി കാണും, നിന്നെ കുറിച്ച് പലരും പലതും പറഞ്ഞു കാണും. എന്നാൽ അവരുടെ മുമ്പിൽ, പറഞ്ഞവരുടെ മുമ്പിൽ, നിന്റെ കുടുംബത്തെ കുറിച്ചായിരിക്കാം, നിന്റെ തലമുറയെ കുറിച്ചായിരിക്കാം, ചിലപ്പോൾ നിന്റെ ജോലിയെ കുറിച്ചായിരിക്കാം. പലരും പറഞ്ഞിട്ട് അത് മനസ്സിൽ വേദനയായി, മുറിവായി, അത് ഭാരമായി, അത് പ്രാർത്ഥിപ്പാൻ കഴിയാതെ നിന്നെ ഒരു കിടക്കുന്നത് പോലെ കിടപ്പിലാക്കുന്ന വിഷയത്തിൽ മേൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ ഒരു ശക്തനായി തീരാൻ പോകുക, ശക്തിയുള്ളവനായി തീരാൻ പോകുക. പറഞ്ഞവരുടെ മധ്യത്തിൽ എഴുന്നേൽപ്പിച്ചു നിർത്തി അവരുടെ മുൻപാകെ അടക്കട്ടരെ അവർ കാണുക ദൈവ പ്രവൃത്തി നിന്നിൽ കൂടെ വെളിപ്പെടാൻ പോകുക. ആമേൻ. അതുകൊണ്ടാണ് ദൈവമക്കളെ പത്രോസിനെ യേശു എഴുന്നേൽപ്പിച്ചത്, വേറെ ഒന്നും കൊണ്ട് എഴുന്നേൽപ്പിച്ചതല്ല. അതുപോലെ തന്നെ യോഹന്നാൻ ഉണ്ടായിരുന്നു, യാക്കോബ് ഉണ്ടായിരുന്നു. അവരെ എഴുന്നേൽപ്പിക്കാത്ത അവരങ്ങനെ ചെയ്തില്ലായിരുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് പകലിൽ നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ മാറ്റി ദൈവം ഒരു പുതുക്കത്തിലേക്ക് നടത്താൻ പോകുകയാണ്. പലരുടെ വാക്കുകളുടെ മുമ്പിൽ മുറിവേറ്റവളായി യേശുവിനെ സ്വീകരിച്ചത് കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടും പലരും നിന്നോട് മുറിവാക്കുകൾ മുറിവ് പെടുത്തുന്ന വാക്കുകളാൽ ഹൃദയം മുറിവുകളായി നീറുന്നത് പോലെ ഇരിക്കുന്ന ദൈവദാസിയെ, നീ പ്രാർത്ഥിച്ചിട്ട് എന്താ നടക്കാത്തത്? നീ പ്രാർത്ഥിച്ചിട്ട് എന്താ സംഭവിക്കാത്തത് എന്നൊക്കെ ചോദിച്ച് നിന്നെ മുറിപ്പെടുത്തുന്ന ചില മുറിവാക്കുകളാൽ നീ മുറിപ്പെട്ടിരിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് ഈ 3-ാമത്തെ ദിവസത്തിൽ പറയുകയാണ്, നീ ഒരു ഉയർപ്പ് പോലെ, നീ ഒരു ഉയർപ്പ് പോലെ ഉയരാൻ പോകുന്നു. ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു ആത്മതലത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുന്നു. ആമേൻ. പത്രോസ് ഒരിക്കലും ചിന്തിച്ചില്ല, ഞാൻ ഈ 120 പേരുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കുമെന്ന്. കാരണം മറ്റാരും ചെയ്യാത്തത് പത്രോസ് ചെയ്തു. അവനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. ആമേൻ. തള്ളിപ്പറഞ്ഞത് മറ്റുള്ളവർ കേട്ടു, അറിഞ്ഞതുകൊണ്ട് അവരുടെ മുമ്പിൽ ഇവന് തലകുനിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം നീ എവിടെ തലകുനിക്കേണ്ടി വന്നുവോ അവിടെ ദൈവം നിന്നെ മാനിക്കുമെന്ന്. ആമേൻ. പ്രൈസ് ഗോഡ്. നീ ആരുടെ മുമ്പിൽ, ഏത് വിഷയത്തിന് മുമ്പിൽ തലകുനിച്ചുവോ ആ തലകുനിച്ച വിഷയത്തിന്റെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുക. ഒരു ദൈവദാസന്റെ മകൾ, ആ ദൈവദാസൻ നല്ലൊരു ദൈവദാസനാ. ആമേൻ. ആ ദൈവദാസന്റെ മകൾ ഒരുവന്റെ കൂടെ ഓടിപ്പോയത് കൊണ്ട്, ആമേൻ, ദൈവദാസൻ തെറ്റ് ചെയ്തില്ല കേട്ടോ. ആമേൻ. എന്നാൽ ആ കുട്ടി ഒരുവന്റെ കൂടെ ഓടിപ്പോയത് കൊണ്ട് ആ ദൈവദാസനെ മറ്റുള്ളവരെല്ലാം നിന്ദിക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി. ആമേൻ. എന്നാൽ ഞാൻ പറയട്ടെ, ഒരു ദിവസം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? വിഷയം എന്താ? ഞാൻ തെറ്റ് ചെയ്തില്ല, എന്നാൽ എൻ്റെ മകൾ ഇങ്ങനെ പോയത് കൊണ്ട് എനിക്ക് നിലനിവർത്താൻ പറ്റാത്ത നിലവാരത്തില് ദൈവാത്മാവ് പറഞ്ഞു, ഇല്ല, നീ തല ഉയർത്തി തന്നെ നടക്കാൻ പോകുക, എന്റെ പ്രവൃത്തി നിന്നിൽ കൂടെ വെളിപ്പെടാൻ പോകുകയാണെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. എന്നിട്ട് എന്തുണ്ടായെന്നറിയാമോ? ദൈവം അവൻ മേൽ ഒരു കൃപ പകർന്നു. ആമേൻ. ആ കൃപാമുഖാന്തരം ഇന്ന് അവൻ, പ്രൈസ് ഗോഡ്, ആ കത്രിമിത്യൻ ദൈവത്തിന് വേണ്ടി ശക്തമായി നിന്ദിച്ചവർ പോലും അവന്റെ മുമ്പിൽ വന്ന് മുട്ടുമടക്കി, കത്രിമിത്യനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയത്തക്കവണ്ണം നിലവാരത്തിൽ ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലം പിശാച് നിന്റെ ആത്മീയത്തെ തളർത്തിക്കളയുവാൻ
പെരാശഖമന. ഇന്ന് പകൽക്കാലം ദൂതകൾ വിളിച്ചു പറയുന്നില്ല, പേര് വിളിച്ചു പറയുവാൻ ഹല്ലേലൂയ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു ചെറിയ കാരണത്താൽ തെറ്റ് വേറൊരുത്തൻ ചെയ്തത് ഇവന്റെ മേൽ അടിച്ചേൽപ്പിച്ച് ഇവന്റെ ആത്മീയത്തെയും ഇവന്റെ പ്രാർത്ഥനയെയും ഇവന്റെ ഉപവാസത്തെയും ആമേൻ ചിലത് വെളിപ്പെടാൻ നിന്നിൽ കൂടെയാണ് വെളിപ്പെടേണ്ടത് മനസ്സിലാക്കി ശത്രു നിന്നെ കെട്ടുന്നെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം. ദൈവദാസനെ, ദാസിയെ, നിന്നിൽ കൂടെയാണ് ശുശ്രൂഷ വെളിപ്പെടുമെന്ന് മനസ്സിലാക്കിയാൽ യോസേപ്പിൽ കൂടെ ഒരു ശുശ്രൂഷ ഉണ്ടെന്നറിഞ്ഞാൽ അതിനെതിരെ സഹോദരന്മാർ എഴുന്നേൽക്കും. ഒരു പ്രഭാതത്തിൽ ഹല്ലേലൂയ ദൈവ പ്രൈസലോ യോസേപ്പിന്റെ സഹോദരന്മാർ അവന്റെ ശത്രുക്കളായി തീർന്നു. വേറെ ഒന്നുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, പ്രൈസലോ ഇത്ര മാത്രമേ ഉള്ളൂ. യോസേപ്പ് ഒരു സ്വപ്നം കണ്ടു. നല്ല വീട് വെച്ചാ മതി, അപ്പൊ നമ്മളോട് ആൾക്കാർക്ക് വൈരാഗ്യമാണ്. നല്ലൊരു വണ്ടി മേടിച്ചാ മതി, അപ്പൊ വൈരാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ലൊരു സാരി ഉടുത്താ മതി, അപ്പോഴേക്ക് വൈരാഗ്യമാണ്. എന്താ കാരണമെന്നറിയാം? നിന്റെ മേലെ ഒരു അഭിഷേകമുണ്ട് കുഞ്ഞെ. പ്രൈസ് ദി ലോർഡ്. അത് നീ തിരിച്ചറിയേ. നീ വണ്ടി മേടിച്ചത് കൊണ്ടോ പെര വെച്ചത് കൊണ്ടൊന്നല്ല, നിന്റെ മേലുള്ള അഭിഷേകത്തെ എങ്ങനെയെങ്കിലും പറഞ്ഞു നശിപ്പിക്കുവാൻ. ആമേൻ, പ്രൈസ് ഗോഡ്. ആറാശകമന. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, യോസബ റസക്കനി, നീ കടന്നുപോയത കട്ടത ആരും കണ്ടില്ല. ഇന്നലെ രാത്രി ഒരു മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഇത് തന്നെ. പ്രൈസ് ഗോഡ്. നീ കട്ടപ്പെട്ടത് ആരും കണ്ടില്ല, നീ വേദനിച്ചത് ആരും കണ്ടില്ല, നീ കടന്നുപോയ കട്ടത്തിന്റെ ദുരിത അവസ്ഥകൾ ആരും കണ്ടില്ല. ഇപ്പോൾ ഒരു നല്ല പെര വെച്ചത് മാത്രമേ ആള് കണ്ടുള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവമേ, മനുഷ്യന്റെ വാക്കുകളുടെ മുമ്പിൽ നീ ഞെരങ്ങിപ്പോകരുതെന്ന്, മനുഷ്യൻ പറയുന്ന വാക്കുകളുടെ മുമ്പിൽ നീ താണു പോകരുതെന്ന്, നിന്റെ മേലൊരു വലിയ ദൈവകൃപ ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദേശമാകട്ടെ, ലോകമാകട്ടെ, സഭയാകട്ടെ, ദൈവമക്കളാകട്ടെ, നിനക്കെതിരെ നിന്നാലും നിന്റെ മേലുള്ള കൃപ നീ മനസ്സിലാക്കിയാൽ മതിയെന്ന്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ദൈവവേദനെ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിഴലിടുമ്പോൾ ഹല്ലേലൂയ നീ അസാധ്യമായി തീരും. സാധ്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത അസാധ്യ കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. ഉടമ കറസഖലെ, നീ അറിയാത്ത നിലവാരത്തിൽ ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. മറിയയുടെ ജീവിതത്തിൽ മറിയം പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു പ്രവൃത്തി ദൈവം എന്നിൽ കൂടെ ചെയ്തെടുപ്പാനുണ്ടെന്ന്. ഇന്നും ലോകം അവളെ ഓർക്കുവാൻ കാരണം എന്താണെന്നറിയുമോ? അവൾ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട്. അന്ന് അവൾ ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ അവൾ പറയാ, അയ്യോ അങ്ങനെ നടക്കരുത്, എന്നിൽ കൂടെ അങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആരും ഓർക്കത്തില്ലായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നിലുള്ള ദൈവകൃപ, നിനക്ക് തന്ന ശുശ്രൂഷ, നിന്നെ വിളിച്ച വിളി എന്ത് വിളിയാണെന്ന് നീ മനസ്സിലാക്കണം. അല്ലെങ്കിൽ സാധാരണ വിളിയല്ല കേട്ടോ. നിനക്കുള്ള വിളിയെ നീ മനസ്സിലാക്കുമ്പോഴാണ് നിന്റേതായ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാകുന്നത്. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അപ്പോസ്തലന്മാർ 12 ഉണ്ട്. പക്ഷെ പൗലോസ് ചെയ്തതുപോലെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ആമേൻ. അപ്പോസ്തലന്മാർ 3.5 വർഷം യേശു ക്രിസ്തുവിനോട് കൂടെ നടന്നവരാ. ആമേൻ. എന്നാൽ പൗലോസ് ചെയ്തതുപോലെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? പൗലോസിന്റെ വെളിപ്പാട് വലുതായിരുന്നു. ഗ്ലോറി ടു ഗോഡ്. അല്ലേ, 12 പേര് ചെയ്തോ? അവൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, എല്ലാവരും എഴുതിയിട്ടില്ല. എന്നാൽ പൗലോസ് എഴുതിയതുപോലെ, പൗലോസ് ചെയ്തതുപോലെ, പൗലോസ് കണ്ടതുപോലെ, പൗലോസ് പ്രാപിച്ചതുപോലെ ആമേൻ മറ്റാരും പ്രാപിച്ചില്ല. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഒരു ദൂത് വിളിച്ചു പറയുക, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് നീയും ഞാനും കേട്ടോ. പ്രൈസ് ഗോഡ്. മറ്റുള്ളവരെ പോലെ അല്ലെന്ന്, അവരെ പോലെ ഞാനും ആണെന്നുള്ളതും ആണെന്നുള്ള ചിന്താഗതി മാറ്റിയിട്ട് ഞാൻ അവരിൽ നിന്നൊരു വ്യത്യസ്തനാണെന്ന് പൗലോസ് കണ്ടത് എങ്ങനെയാണെന്നറിയോ? പൗലോസിന്റെ ബിഗിനിങ്ങിൽ, ആരംഭത്തിൽ ആരും അവനെ സഭയിൽ കയറ്റിയില്ല. കയറ്റിയെങ്കിൽ പോലും അവന് സ്ഥാനമാനം കൊടുത്തില്ല. നിങ്ങൾ വായിച്ചു നോക്കണം. അവനെ ആരും അപ്രിഷ്യേറ്റ് ചെയ്യാനുണ്ടായില്ലെന്ന്, അവനെ ആരും കൊണ്ടുപോകാനുണ്ടായില്ലെന്ന്, സഭ പോലും അവനെ കാണുമ്പോൾ ഭയപ്പെടുകയായിരുന്നു എന്ന്. എന്നിട്ടും അവന്റെ ദർശനം മാറിയോ? ഇല്ല. ആമേൻ.
അവന്റെ ദർശനത്തിന് ഒരു കുറവും വന്നില്ല. എവിടെ വെച്ച്? ദമസ്കോസിൽ വെച്ച് അവനോട് ദൈവമായി ഇടപെട്ടത്. ആമേൻ. ആ ദൈവിക ദർശനം മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടില്ല. മറ്റുള്ളവർ കാണുന്നത് അവൻ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവൻ സഭയെ ഉപദ്രവിക്കുന്നത് അവർക്കറിയാം, സഭയെ പീഡിപ്പിക്കുന്നവർക്കറിയാം, ദൈവജനത്തെ ജയിലിലടയ്ക്കുന്നവനർക്ക് അവർക്കറിയാം. പക്ഷേ ദൈവം അവനെ കുറിച്ചുള്ള പദ്ധതി വലുതായെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെയുള്ള ഒരു ദൈവിക പദ്ധതിയല്ല നിനക്കുള്ളത്. ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുന്നു, അറാസക്കബനി, മറ്റുള്ളവരെ പോലുള്ള ഒരു വിളിയല്ല നിനക്കുള്ളത്, മറ്റുള്ളവരെ പോലുള്ള ഒരു ശുശ്രൂഷയല്ല നിനക്കുള്ളത്, മറ്റുള്ളവരുടെ പ്രാർത്ഥന പോലുള്ള പ്രാർത്ഥനയല്ല നിനക്കുള്ളത്, മറ്റുള്ളവരുടെ പോലുള്ള ഒരു വിശ്വാസമല്ല നിനക്കുള്ളത്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, ആ കാലഘട്ടത്തെ പോലെ ഈ കാലഘട്ടം നിന്നെ കൂടെ ചെയ്തെടുപ്പാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഇന്ന് പകലിൽ ഹല്ലേലൂയ, പ്രാർത്ഥിക്കാനല്ല, വിശ്വസിച്ച് നാം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ പ്രാർത്ഥന വെളിപ്പെടും. ആമേൻ. നമ്മൾ പറയും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ എങ്ങനെയാ ആഗ്രഹം ഉത്ഭവിക്കുന്നത്? അത് ദൈവികമായ ബന്ധം വരുമ്പോഴാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മൈതലേ, ഹല്ലേലൂയ, പൗലോസിനെ ആരും പ്രാർത്ഥന പഠിപ്പിച്ചില്ല കേട്ടോ. ആമേൻ. പ്രാർത്ഥന അവന്റെ അകത്തുള്ള ആത്മാവ് അവനെ തട്ടിയപ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാനൊക്കെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞങ്ങൾ എന്നും 3:45 എഴുന്നേക്കും. 3:45 എഴുന്നേറ്റ് ഞങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്. പ്രൈസ് ഗോഡ്. പ്രാർത്ഥന ഹല്ലേലൂയ 5 മണി വരെ കാണും. അത് കഴിഞ്ഞിട്ട് വേറൊരു സൂമിലേക്ക് കയറും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഡെയിലി അത് തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും എന്നും 3:45 എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. കുറച്ച് നേപ്പാളി സഹോദരന്മാരും ഹിന്ദിക്കാരുമുണ്ട്. ഞങ്ങൾ ഇരുന്ന് ദൈവസന്നിധിയിൽ അഭയാചന കഴിക്കും. ഹല്ലേലൂയ. അത് എത്ര തണുപ്പാണെങ്കിലും എത്ര ചൂടാണെങ്കിലും, ആമേൻ, അത് എപ്പോഴും നടക്കുന്നതാണ്. ഹല്ലേലൂയ. എവിടേക്ക് നിൽക്കുമ്പോൾ ദൈവവൈതലേ, എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിൽക്കണമെങ്കിൽ നമുക്ക് ദൈവമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. പൗലോസിന് ആ കണക്ഷൻ വന്നപ്പോഴാണ് പൗലോസിന്, ഹല്ലേലൂയ, എന്ത് ചെയ്തെന്നറിയാമോ? അവനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു. കാരാഗ്രഹത്തിലിട്ടപ്പോഴും അവിടെ കിടന്ന് അവൻ ലേഖനം എഴുതുകയാണ്. അപ്പോൾ പിശാച് പറഞ്ഞു, ഇനി ഇവരെ കാരാഗ്രഹത്തിൽ ഇടരുത്. കാരാഗ്രഹത്തിൽ ഇട്ടാലും അവിടെയും അവൻ എന്ത് ചെയ്യും? ദൈവജനത്തെ പ്രോത്സാഹിപ്പിക്കും. ആമേൻ. പ്രൈസ് ഗോഡ്. ചിലത് നഷ്ടമായ ചിലരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ പൗലോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടപ്പോൾ പിശാച് പറഞ്ഞു, ഇവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കരുത്. ഇവൻ കാരാഗ്രഹത്തിൽ അടച്ചാലും ദൈവജനത്തിന് പ്രയോജനമുള്ളതേ ചെയ്യൂ. ഇന്ന് പകൽക്കാലം അതിൽ കൂടെ ഒരു ദൂത് ദൈവജനത്തിന് ഞാൻ കൈമാറാം. നീ ആയിരിക്കുന്ന ഇടത്ത് നീ തകർച്ചയിലാണെന്ന് തോന്നിയാലും നിന്നെ ഉയർത്തുന്ന ദൈവമായി എന്റെ ദൈവം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ. പരിശുദ്ധാത്മാവിൽ നീ നിറയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നീ ആത്മാവിൽ ആരാധിക്കുമ്പോൾ, ആമേൻ, അതിൽ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട്, നിങ്ങൾക്ക് കേട്ടിട്ടുള്ളതാണെങ്കിലും, ഹല്ലേലൂയ, അവർ അവിടെ കിടന്നുകൊണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എന്ത് ചെയ്തെന്നറിയാമോ? ആരാധിച്ചെന്ന്. ആമേൻ. ഇത്രമാത്രം വലിയ ശുശ്രൂഷ ചെയ്ത് പകലിൽ ഒരു അത്ഭുത വിടുതൽ നടത്തി. ഒരു ശരീരത്തിൽ നിന്നും ഒരു സഹോദരിയുടെ ഭൂതത്തെ പുറത്താക്കി ആ നല്ല ശുശ്രൂഷ ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ചത് എന്താണെന്നറിയാമോ? അടിയുടെ പൊടിഭൂരം. ആമേൻ. അടി കൊണ്ട് ശരീരം വളരെയേറെ വേദനിച്ചിട്ടും, അല്ലെങ്കിൽ നീര് വെച്ചിട്ടും, അല്ലെങ്കിൽ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് കൈകാലുകൾ ആമത്തിലിട്ട് ജയിലിൽ അടച്ചിട്ടിരിക്കുക. എങ്ങനെ പാടാൻ പറ്റും ദൈവമക്കളെ? നമുക്കൊരു പനി വന്നാൽ മതി, മൂക്കൊലിപ്പ് വന്നാൽ മതി, അന്ന് പ്രാർത്ഥന നിർത്തും, അല്ലെങ്കിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങും. എന്നിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പുതപ്പിനകത്ത് കിടന്നുകൊണ്ട് സ്വോത്രം പറയും. ഹല്ലേലൂയ, ഞരങ്ങിക്കൊണ്ട് കർത്താവേ, എനിക്ക്
ഭയങ്കര വേദനയാ, തലവേദനയാ, കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ പൗലോസും ശീലാസും അതല്ല ചെയ്തത്. ആ മേൻ ഇത്രമാത്രം അടിയുടെ വേദന ഉണ്ടെങ്കിലും അകത്തുള്ളതിന് അടി കിട്ടില്ല എന്ന് പുറത്താ അടി കിട്ടിയത്. ആ മേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവമേ, അവർ ആത്മാവിന്റെ ശക്തി തിരിച്ചറിഞ്ഞു. ആത്മാവിന്റെ ശക്തി തിരിച്ചറിഞ്ഞപ്പോൾ പൗലോസും ശീലാസും പറയുകയാണ്, ഇല്ല, ഈ അടി നമ്മുടെ വിടുതലിന്റെ കാരണമായി തീരാൻ പോകുക, ഈ കഷ്ടത എന്റെ വിടുതലിന് കാരണമായി തീരാൻ പോകുക, ഈ വേദന എന്റെ വിടുതലിന്റെ കാരണമായി തീരാൻ പോകുക, ഈ രോഗം എന്നെ മറ്റുള്ളവർക്കൊരു സാക്ഷ്യമാക്കി തീർക്കാൻ പോകുക, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയില് 2 ആഴ്ച ഒരു സഹോദരൻ ഞങ്ങളുടെ അടുത്ത് വരുന്നു കുടുംബമായിട്ട്. അവന്റെ 2 കിഡ്നി ഫെയിലാ, ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുക. അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റേ, ഈ ആഴ്ചയിൽ എനിക്ക് സ്നാനം വേണം. ഞാൻ ചോദിച്ചു, സ്നാനം എന്തിനടാ? പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞു, ഞാൻ ചത്താ സ്വർഗത്തിൽ പോകണം. നീ ചാവുന്ന ആരാ പറഞ്ഞേ? അല്ല പാസ്റ്റേ, ഇപ്പൊ ഡയാലിസിസ് ആഴ്ചയിൽ 2 എണ്ണല്ലേ നടക്കുന്നത്, അതുകൊണ്ട്. ഞാൻ പറഞ്ഞു, നീ ചാവുന്നു നീ കർത്താവ് പറഞ്ഞോ? അല്ല, അതല്ല, എനിക്കന്ന് സ്നാനം വേണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എന്നോട് പറയാ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എനിക്ക് സ്നാനം ഇതിനാ, എനിക്ക് മറ്റുള്ളവരോട് സാക്ഷ്യം പറയണം. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നല്ല തണുപ്പുണ്ട് ഇവിടെ, പക്ഷെ അവന് അടുത്ത ഞായറാഴ്ച സ്നാനം കൊടുക്കുവാനും അവനോട് ഞാൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിച്ചതുപോലെ ചോദിക്കണ്ടേ, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ? ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. വിവാഹം കഴിക്കുമ്പോൾ പാസ്റ്റർമാര് ചോദിക്കും, നീ ഇവനെ ഭർത്താവായി സ്വീകരിക്കുന്നു? ആദ്യക്ക് തലയാട്ടത്തോളൂ, പറയത്തോന്നു അങ്ങനെ തലയാട്ടും, വായ കൊണ്ടൊന്നും പറയത്തില്ല, പറഞ്ഞു കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. തലയാട്ടുമ്പോ ശരിയെന്ന് പറയും. ശരിയോ തെറ്റോ എന്നല്ല പറഞ്ഞ് അവൾ തലയാട്ടിട്ടുള്ളൂ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം അങ്ങനെയല്ല, വായ കൊണ്ട് പറയണം. ഫിലിപ്പോസ് ചോദിച്ചു അണ്ണനോട്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ? അപ്പൊ പറഞ്ഞു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. എന്നാൽ നിന്റെ വായുടെ വാമൊഴിയാൽ ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ മുഴുകൽ സ്നാനം നടത്തുന്നു എന്ന് പറഞ്ഞ് വെള്ളത്തിൽ മുക്കി പൊക്കിയപ്പോൾ, ആമേൻ, ഫിലിപ്പോസിനെ ദൈവം എടുത്തു. ഷണ്ണൻ സന്തോഷത്തോടെ പോയെന്ന്. ഇന്ന് പകൽക്കാലം ചിലരെ ഈ സൂം കഴിയുമ്പോ ചിലരെ സ്നാനത്തിലേക്ക് നടക്കത്തക്കവണ്ണം, ചില കുടുംബങ്ങൾ, തലമുറകൾ സ്നാനത്തിലേക്ക് വരത്തക്കവണ്ണം സ്നാനപ്പെടാതിരിക്കുന്ന ചില തലമുറകളെ ദൈവം തൊട്ടിട്ട് ദൈവദാസയായി ഇത് കറക്റ്റായിട്ട് ദൈവം നടത്തും. 21 ദിവസം പൂർത്തീകരിക്കുമ്പോൾ ചിലര് സ്നാനത്തിലേക്ക് വരത്തക്കവണ്ണം ദൈവാത്മാവ് പ്രവർത്തിക്കുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അടകാരകക്ഷ നിന്റെ കുടുംബത്തിൽ, നിന്റെ ദേശത്ത്, നിന്റെ ചർച്ചകളിൽ ആരെങ്കിലും സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ ഈ സൂം മീറ്റിംഗിൽ ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ തീരുമ്പോൾ ഒരു അത്ഭുതം നിങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോകുകയാണ്. ചിലർ ഹല്ലേലൂയ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കത്തക്കവണ്ണം, ചിലർ ദൈവത്തിന് വേണ്ടി കൊടുക്കത്തക്കവണ്ണം, ചിലർ ദൈവനാമത്തിന് വേണ്ടി ജീവിക്കത്തക്കവണ്ണം പ്രതിഷ്ഠിക്കപ്പെടുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവദാസന്മാർ, ശക്തന്മാരായ ദൈവദാസന്മാർ കടന്നു വന്ന ദൈവത്തിന്റെ ആലോചന നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ കൂടെ മാത്രം ദൂതുകൾ കൈമാറുവാൻ ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിക്കുകയാണ്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചിലർ ഈ ദിവസങ്ങളിൽ ഷണ്ണന്മാർ, ദേശത്തിൽ ഉന്നതന്മാർ, പ്രൈസ് ദി ലോർഡ്, അങ്ങനെ തന്നെ ദൈവാത്മാവ് പറയുന്നു. നീ നിൽക്കുന്നിടത്ത്, നീ പാർക്കുന്നിടത്ത് ചില ഉന്നതന്മാർ ഈ ദിവസങ്ങളിൽ യേശുവിനെ അറിയത്തക്കവണ്ണം ദൈവാത്മാവ് മാറ്റാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ. ഷണ്ണൻ സാധാരണക്കാരനല്ലോ, എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി. ചില ധനകാര്യമന്ത്രിമാർ ഇറങ്ങട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങൾ ഉന്നതന്മാരുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കുവാൻ. ആമേൻ. പ്രൈസ് ഗോഡ്. ആൽമാറോസേ ഖട്ടരി.
ആമേൻ. കർത്താവേ, ഉന്നതന്മാർ വിടിവിക്കപ്പെടുന്നത് എന്തിനാണെന്നറിയാമോ? അവർ വിടിവിക്കപ്പെടുമ്പോൾ അവർ മുഖാന്തരം അനേകർക്കിടെ അടുക്കലേക്ക് പോകാനുള്ള വഴി ചാനൽ കിട്ടും. ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ആമേൻ, ഉന്നതന്മാർ, ചണ്ണൻ സാധാരണക്കാരനല്ല. അവൻ എത്യോപ്യൻ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇങ്ങനെ ദൂത് കൈമാറുകയാണ്. ആമേൻ. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ചില ധനകാര്യ മന്ത്രിമാരെ എന്ന് വണ്ണം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറത്തക്കവണ്ണമുള്ളവരെ വീട് പണിതിട്ടും അതിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ, കർത്താവേ, ഇതിന്റെ പണിയൊന്ന് കണ്ട് ഇതിനകത്ത് കയറിയിട്ട് എനിക്കൊന്ന് ചത്താ മതി എന്ന് പറയുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയും, ഉപവാസം തീരുന്നതിന് മുൻപ് നിനക്ക് അതിനുള്ള ഒരു വഴി ദൈവം തുറന്നു മാനിക്കുവാൻ പോകുകയാണ്. അമാലരക്ഷകമന് നാളുകളായി നീ ഞെരുക്കത്തിൽ കൂടെ നീ ഞെരുക്കത്തിൽ കൂടെ കടന്ന് വേദന അനുഭവിച്ച്, കഷ്ടമനുഭവിച്ച്, നിന്നെ അനുഭവിച്ച്, പരിഹാസം അനുഭവിക്കുന്ന ജീവിതമേ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, ഈ ഉപവാസത്തിൽ നീ ജോയിൻ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ദൈവം നിനക്ക് വേണ്ടി ഒരു വിടുതൽ അയക്കുവാൻ പോകുന്നു. ആമേൻ. പൗലോസ് അന്ന് രാത്രി എന്ത് ചെയ്തെന്നറിയാമോ? അവർ ദൈവത്തിന്റെ മുൻപാകെ ആരാധന തുടങ്ങി. കൈകാലുകൾ അടിക്കുവാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അവർ പാട്ടുപാടി എന്ന് എഴുതിയിട്ടുണ്ട്. അവരുടെ പാട്ടുകൾ പ്രൈസ് ഗോഡ് അടുത്തുള്ളവർ ശ്രദ്ധിക്കുവാനിടയായി. എന്ത് പാട്ടാ പാടുന്നെന്നറിയാമോ? അവർ സമാധാനത്തിന്റെ പാട്ടാ പാടുന്നത്, അവർ പ്രത്യാശയുടെ പാട്ടാ പാടുന്നത്, അവർ ഉയർപ്പിന്റെ പാട്ടാ പാടുന്നത്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഇത് മറ്റുള്ള കഴുതികൾ എന്ന് പറഞ്ഞ ജയിൽ പുള്ളികൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. आमीन. बाकी कैदी लोग पूछा होगा, एक ऐसे ही आदमी लोग पागल है क्या? इतना पिटाई खाने के बाद भी, इतना पिटाई मिलने के बाद भी कैसे वो लोग हालेलुया बंदीगिरी में गीत गा सकते हो? लेकिन वो लोग ऐसे कहेगा, हम लोग के भीतर जो आदमी रहते हैं हम लोग जानते हैं. ആരാണ് ഞങ്ങളുടെ അകത്ത് കിടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്തുള്ളത് ആരാണ്? അത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മൾ ആരെ വഹിക്കുന്നവരാണെന്നറിയാമോ? ആരുടെ സ്ഥാനാപതിയാണെന്നറിയാമോ? ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ ഒരു തിരിച്ചറിവിലേക്ക് ദൈവം കൊണ്ടുവരട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഇത് ആരാണ് ഇതിനകത്ത് വസിക്കുന്നത്? ദൈവത്തിന്റെ മന്ദിരത്തിൽ ദൈവത്തിന്റെ ആത്മാവാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം നോക്ക്, ഇതിനകത്ത് വസിക്കുന്നത് സാധാരണ ഒരു വ്യക്തിയല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്മൾ വാടകക്കാരത്. ആമേൻ. ഹല്ലേലൂയ. ഇത് നമ്മുടെ എന്ന് പറയാനുള്ള ഒരു യാതൊരു അധികാരമില്ല. അപ്പൊ ഇന്ത്യ അധികാരം ഉണ്ടെങ്കിൽ ഒന്ന് ആത്മഹത്യ ചെയ്ത് നോക്ക്. മരിച്ചില്ലെങ്കിൽ പോലീസ് പിടിച്ച് ജയിലിലിടും. അപ്പൊ പോലീസ് വരുമ്പോ നീ പറയാ, ഇത് എന്റെ ശരീര, ഞാൻ ആത്മഹത്യ ചെയ്യും, നിങ്ങൾക്ക് തന്നെ അധികാരം എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇതിനൊരു ഉടയവനുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മകനെ വളർത്തി അവൻ വലുതായി, അവനെ കൊന്നു. പോലീസ് വന്നു, നീ എന്താ നിന്റെ കുഞ്ഞിനെ കൊന്നു? എന്റെ കുഞ്ഞാ, ഞാൻ ജന്മം കൊടുത്തു, ഞാൻ വളർത്തി, ഞാൻ അവനെ വലുതാക്കി, ഞാൻ അങ്ങ് കൊന്നു. പറഞ്ഞ നടക്കത്തില്ല. പിടിച്ച് രണ്ടിനെയും കുടിച്ച് വീട്ടിൽ ജയിലിൽ കൊണ്ടുപോയി കുടിച്ച് വളച്ചിട്ട് ഇടിച്ച് ശരിയാക്കും. പ്രൈസ് ഗോഡ്. കാരണം നിനക്ക് അധികാരമില്ല കൊല്ലം. പ്രൈസ് ഗോഡ്. അധികാരം സ്വർഗത്തില. ഇന്ന് പകൽക്കാലം തിരിച്ചറി. ഇതിനകത്ത് ആരാണെന്നറിയോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നമ്മള്. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് അതിനകത്ത് കിടന്ന് ആരാധിപ്പാൻ മനസ്സ് വെച്ചപ്പോൾ ആ അകത്ത് കിടന്നവരെല്ലാം പുറത്തോട്ട് വരത്തക്കവണ്ണം ദൈവാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ആയിരിക്കുന്ന വീടിനകത്തിരുന്ന് ആരാധിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യം ഇല്ലായിരിക്കാം. ചിലപ്പോൾ നീ പ്രാർത്ഥിക്കുന്നു പാത്തും പതുങ്ങിയുമായിരിക്കാം. നീ ഭയപ്പെട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അയ്യോ, എന്റെ ആര് ശ്രദ്ധിക്കരുത് എന്ന്. അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നോട് കൂടെ പ്രാർത്ഥിക്കുവാൻ അവരെ ദൈവം ഈ ദിവസങ്ങൾ കൂട്ടിവരുത്താൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അടമറസകത്തരെ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. നീ ഈ ദിവസങ്ങൾ
കാലഘട്ടങ്ങളിൽ ആമേൻ നിന്റെ കുടുംബത്തിൽ നിന്നും എതിർപ്പുകൾ സഹിച്ചുകൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി കഴിയാതെ നീ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒരു കൂട്ടത്തെ നിന്റെ കുടുംബത്തിൽ നിന്നും നിന്റെ ചർച്ചക്കാരിൽ നിന്നും നിന്റെ മുൻപാകെ കൊണ്ടുവന്ന് ദൈവം മാനിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് കൈമാറുക യേശുവിന്റെ നാമത്തിൽ. പൗലോസേ ഹല്ലേലൂയ, കാരാഗൃഹത്തിനകത്ത് പാടിയാൽ കാരാഗൃഹത്തിനകത്തൊരു സഭയുണ്ടെന്ന്. ആമേൻ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ ബീഹാറിൽ പല സ്ഥലങ്ങളും സഭകളും അടച്ചുപൂട്ടി, ദൈവമക്കളെ മർദ്ദിച്ചു, ദൈവദാസന്മാർക്ക് ആരാധന നഷ്ടപ്പെട്ടു, വിച്ഛേദിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഓൺലൈൻ കൂടെയുള്ള ആരാധനയാണ് ചിലരെല്ലാം നടത്തുന്നത്. എന്നാൽ കൃപയാൽ രാവും പകലും ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. ഹല്ലേലൂയ. ഇത്രത്തോളം ഇവിടെ ഈ ദേശത്ത് സമാധാനത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ നാളെ എനിക്കറിയത്തില്ല, ഇതുവരെ പ്രൈസ് ഗോഡ് ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. കാരണം എന്താണെന്നറിയാമോ? ദൈവസന്നിധിയിൽ രാവും പകലും ഇരുന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് മറ്റുള്ളവർ കരയുന്നില്ല എന്നുള്ളതിലല്ല ഞാൻ പറയുന്നത് കേട്ടോ. ചിലയിടത്ത് പീഡനങ്ങൾ വർദ്ധിക്കുന്നു, കരയാത്തത് കൊണ്ടല്ല, അത് ദൈവനാമ മഹത്വം വെളിപ്പെടാനാണ്. ആമേൻ ഹല്ലേലൂയ. പീഡനങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നത് അവർക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താനാണ്. എന്നാൽ ഞാൻ എന്റെ ഇവിടത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇതുവരെയും ദൈവത്തെ സമാധാനത്തോടെ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. ഇത്രമാത്രം ശബ്ദത്തിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളവരെല്ലാം ഹിന്ദിക്കാരാണ്. ആമേൻ പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ അടുത്തുള്ള ഹിന്ദിക്കാരാണ്. അവർക്കറിയാം പാസ്റ്റർ പ്രസംഗിക്കല്ലാതെ വഴക്ക് കൂടുന്നതല്ലെന്ന്. ആമേ മലയാളത്തിലല്ല പറയുന്നത്, ഇവിടുത്തെ ഉള്ളവർക്ക് മലയാളം അറിയത്തില്ലല്ലോ. ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഹിന്ദിക്കാരാണ്, സഭയിൽ ഹിന്ദിക്കാർ മാത്രമേ ഉള്ളൂ. ആമേൻ ഹല്ലേലൂയ. അവർക്ക് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ദൈവത്തെ ആത്മാവിന്റെ ശക്തിയോടെ ആരാധിപ്പാനിടയാകണം. പൗലോസും ശീലാസും ആത്മാവിൽ ആരാധിച്ചപ്പോൾ അവിടെ നമ്മൾ പാടാറുണ്ട്, ബന്ധനമഴിഞ്ഞു കെട്ടുകളഴിഞ്ഞു ആരാധനയിൽ. ആമേൻ പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം നീ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ അറിയാതെ തന്നെ നിന്റെ തലമുറയുടെ ബന്ധനം അഴിഞ്ഞു മാറുന്നുവെന്ന് ആത്മാവിൽ ഒരു ദൂത് കൈമാറുക. നിന്റെ തലമുറയെ ബന്ധിച്ച് നിന്നിൽ നിന്ന് ഭിന്നിപ്പിച്ച് അനുസരണക്കേടിട്ട് നിനക്കൊരു വേദനയാക്കിയ വിഷയത്തിന് ഇന്ന് പകലിൽ ദൈവം മറുപടി നൽകാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഉടമാഗതരകട ആ വിഷയം നിന്റെ മുമ്പിൽ ഒരു വലിയ വേദനയാക്കി രാത്രി പോലും കിടന്നുറങ്ങാൻ കഴിയാതെ ചിന്തകളിട്ട വിഷയത്തിന് ഇന്ന് പകൽക്കാലം ദൈവം അതിനൊരു മറുപടി തരാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. അടകാരകക്ഷത്തലെ അൾമാ റോസൽ കട്ടരെ ഇന്ന് പകൽക്കാലം ആ കെട്ടിനെ ശാസിക്കുന്നു. അറദാരശക്കര ആ കെട്ട് പൊട്ടിമാറട്ടെ. ഇന്ന് പകൽക്കാലം സ്വർഗം തന്ന അധികാരത്തോടെ, സ്വർഗം കൽപ്പിച്ച അധികാരത്തോടെ അതിന്മേൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഓ ടെസ് ആമേൻ. പൗലോസ് ആരാധിച്ചപ്പോൾ ഇന്ന് വരെ നടക്കാത്തത് ജയിലറയ്ക്കകത്ത് നടപ്പാനിടയെ. ആമേൻ. പൗലോസ് ശീലാസും ആ വിഷയം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നടക്കുമെന്ന്. എന്നാൽ അവിടെ കാരാഗ്രഹത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങിയപ്പോൾ അവർ അറിയാതെ തന്നെ ചില ബന്ധനങ്ങൾ അഴിഞ്ഞു, വാതിലുകൾ തുറക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം നിന്റെ വാതിലുകൾ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ, നിനക്ക് ഉയർച്ചയുടെ വാതിലുകൾ അടഞ്ഞിരിക്കുകയാണെങ്കിൽ, നിന്റെ ജോലി സംബന്ധമായ വാതിലുകൾ അടഞ്ഞിരിക്കുകയാണെങ്കിൽ, നിന്റെ മക്കളുടെ ഭാവിയുടെ വാതിലുകൾ അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. അതിന്റെ ഒരു ഓപ്പണിംഗ് നടക്കാൻ പോകുക. ഇന്ന് 3-ാമത്തെ ദിവസം അതിന്റെ ഒരു ഓപ്പണിംഗ് നടക്കാൻ പോകുക. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നീ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഒരു കോളിംഗ് ലെറ്റർ എനിക്ക് വന്നിരുന്നുവെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ഈ ഉപവാസ പ്രാർത്ഥന
വർഷങ്ങളുടെ മിഡിലിൽ തന്നെ നിന്റെ ജീവിതത്തിൽ ഒരു കോളിംഗ് വരാൻ പോകും. കോളിംഗ് ലെറ്റർ. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ഈ പരിശുദ്ധാത്മാവിന് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല കേട്ടോ. ഈ പരിശുദ്ധാത്മാവ് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവാണ് നമ്മുടെ സഹായകനായിട്ടുള്ളത്. ഈ പരിശുദ്ധാത്മാവിനെയാണ് സ്വർഗം നമുക്ക് സഹായകനായിട്ട് തന്നച്ചു പോയത്. പരിശുദ്ധാത്മാവാണ് നമ്മളോട് കൂടെ ഉള്ളത്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പൗലോസ് അങ്ങനെ ആരാധിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി ഇറങ്ങിയപ്പോൾ വാതിലുകൾ തുറന്നു. ബന്ധിക്കപ്പെട്ട കൈദികളുടെ അല്ലെങ്കിൽ ഹല്ലേലൂയ ജയിൽ പുള്ളികളുടെ ചങ്ങലകൾ അഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ചില ബന്ധിച്ച ബന്ധനങ്ങൾ അഴിയപ്പെടാൻ പോകുക. ഇതുവരെ അഴിയത്തില്ലെന്ന് പറഞ്ഞ് ബന്ധിച്ചതുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. ദൈവാത്മാവ് പറയുന്നു, ഇതുവരെ അഴിയത്തില്ലെന്ന് പറഞ്ഞത്, ഇതുവരെ ആർക്കും അഴിക്കാൻ കഴിയാത്തത് ദൈവാത്മാവ് അഴിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അങ്ങനെ തന്നെ ഒരു ദൂത് കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ അടകാറബസ്യക്കവനെ ഈ ബോറസ്യ നാടുകളായി ദൈവറാസബോർ നിന്നെ ബന്ധിച്ചിട്ട് നീ അഴിയപ്പെടാതെ, നീ പുറപ്പെടാതെ വണ്ണം കെട്ടിയതിന് ഇന്ന് പകൽക്കാലം സ്വർഗം അഴിക്കുക. ദൈവം യേശു പറഞ്ഞു, 2 ശിഷ്യന്മാരെ അടുത്ത ഗ്രാമത്തിലേക്ക് വിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞതറിയോ? അവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിട്ടുണ്ട്, അഴിച്ചു കൊണ്ടുവരാൻ. അധികാരം തന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകലാധികാരം. എന്തുകൊണ്ട് പറയുന്നില്ല? ഇന്ന് പകൽക്കാലം നിന്റെ മേൽ അധികാരമുണ്ട്, നീ കൽപ്പിക്ക്. കൽപ്പിച്ചു നോക്ക്, നടക്കോ ഇല്ലയോ എന്ന്. പക്ഷെ പേടിക്കരുത്. അവർ യേശുവിന്റെ വാക്ക് കേട്ടിട്ട് ഗ്രാമത്തിലേക്ക് നടന്നുപോയി. 2 പേര് ചെന്ന് കെട്ടിയിരിക്കുന്ന കഴുതക്കുട്ടിയെ കണ്ടപ്പോൾ അതിനെ അഴിക്കുകയാണ്. ആരെങ്കിലും ചോദിച്ചാൽ ഇതിന് യേശുവിന് അത് ആവശ്യമുണ്ടെന്ന് പറയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ആവശ്യമുള്ള ചിലരെ ബന്ധിച്ചിട്ടിരിക്കുന്നത്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവം അഴിക്കാൻ പോകുക. എന്നിട്ട് യേശു അതിന്മേൽ കയറി. ഇന്ന് പകൽക്കാലം ദൈവദൂതമായിട്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്റെ മേൽ ദൈവാത്മാവ് പ്രവർത്തിച്ച യേശു കഴുതയുടെ മേൽ കയറി. ആമേൻ. ഒരിക്കലും കഴുതക്കുട്ടി പ്രതീക്ഷിച്ചില്ല. കെട്ടിക്കിടന്ന കഴുത. അവൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ ഇനി ഇവിടെ നിന്നൊരു ഉയർച്ച ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഈ കുഴിയിൽ നിന്നും, ഈ ഭവനത്തിൽ നിന്നും, ഈ ജോലിയിൽ നിന്നും എനിക്കൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചെടുത്ത്, ആമേൻ, ഇന്ന് പകലിൽ ഒരു വിടുതൽ ദൈവാത്മാവ് അയക്കുക. ആ അഴിച്ചു കൊണ്ടുവന്ന കഴുതക്കുട്ടിയുടെ മേൽ യേശു ഇരുന്നപ്പോൾ, ആമേൻ, അവൻ കഴുതയ്ക്ക് കൊടുത്തതല്ല, യേശുവിന് കൊടുത്തത്. കഴുത കൂടി അനുഭവിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നാമും നിങ്ങളും അനുഭവിക്കുന്നത് ദൈവത്തെ കണ്ടതുകൊണ്ട് കിട്ടിയതാകട്ടോ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളെ സ്വീകരിച്ച അനേക പ്രിയപ്പെട്ടവർ, അനേകരില്ല, ചുരുക്കം വരും. അവർ വളരെ ആത്മാർത്ഥതയോടെ, വളരെ സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിപ്പാനിടെ. അപ്പോൾ ഞാൻ മനത്തിൽ ദൈവത്തെ സ്തുതിച്ചു. അപ്പാ, അങ്ങനെ കണ്ടില്ലായിരുന്നെങ്കിൽ, അങ്ങേ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അപ്പനെ ഈ ആദരവൊന്നും എനിക്ക് കിട്ടത്തില്ലായിരുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, അല്ലെങ്കിൽ ഈ കഴുതയുടെ മേൽ യേശു കയറിയപ്പോൾ, ഹല്ലേലൂയ, ആരും ചോദിക്കാതെ, ആരും പറയാതെ വസ്ത്രം നിരുത്തിയിടുവാനിടയായി. ഹല്ലേലൂയ. മരത്തിന്റെ ഇലക്കമ്പുകൾ വലിച്ചു പിടിച്ചെടുത്ത് റോഡിൽ വിരിപ്പാനിടയായി. ഹല്ലേലൂയ. ആർത്ത് വിളിച്ച് ഓശന്ന പറയുന്ന വാക്കുകൾക്ക് ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഒരു കൂട്ടത്തോട് കൂടെ നടന്ന് ദൈവത്തെ സ്തുതിപ്പാൻ കഴുതയ്ക്ക് യോഗ്യത കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമാത്മാവ് പറയുന്നു, യോഗ്യത ഇല്ലാതിരിക്കെ നിന്നെ യോഗ്യനാക്കി മാറ്റാൻ പോകുക. നീ പറയും, അയ്യോ എനിക്ക് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല, യോഗ്യതയുമില്ല, ആ ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുന്നിടത്ത് അത് നിന്നെ ചെയ്തിപ്പിച്ച് മാനിക്കുന്ന ദൈവമാണെന്ന് മറ്റുള്ളവർ നിന്നെ ഹല്ലേലൂയ അപ്രീഷിയേറ്റ് ചെയ്യത്തക്കവണ്ണം. യെസ്, ഓ ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. മറ്റുള്ളവർ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യത്തക്കവണ്ണം
ദൈവം നിന്നെ മാറ്റാൻ പോകുക. അനേകർ കൈയടിച്ച് praise God, ഓ ഗുഡ് ഗുഡ് എന്ന് പറയത്തക്കവണ്ണം എന്ന നിലയിൽ ദൈവാത്മാവ് നിന്നെ മാറ്റാൻ പോകുക. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറഞ്ഞു, നിന്നെ കൈയടിച്ച് ആദരിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നിന്നെ മാറ്റി ജനത്തിന്റെ മധ്യം നിന്നെ നിർത്തി ദൈവം മാനിക്കാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആ മറിയോട് വന്ന് പറഞ്ഞു ദൂതൻ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ വായിച്ച് എന്റെ വാക്കുകൾക്ക് ഇന്ന് പകൽക്കാലം വിരാമമിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആമേൻ. രണ്ട് കാര്യം നടക്കും. ഒന്ന്, ശക്തി ഉണ്ടാകും, പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് വന്ന ശക്തിയുണ്ട്. ആമേൻ. ഈ ശക്തി എന്താണെന്നറിയാമോ? സകലത്തെ ശക്തിയാണ്. മറ്റുള്ളത് ശക്തിയില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ആമേൻ. ഈ ശക്തി വരുന്നത് പരിശുദ്ധാത്മാവിനാണ്. അതാണല്ലോ പത്രോസൊക്കെ പ്രൈസലം നടന്നു പോയപ്പോൾ നിഴലടിച്ച് രോഗികൾ സൗഖ്യമായി. പ്രൈസ് ദി ലോർഡ്. നിന്റെ മേലുള്ള പരിശുദ്ധാത്മാവ്, നിനക്ക് ശക്തിയില്ലെങ്കിലും ഈ പരിശുദ്ധാത്മാവ് ചാബാറഷ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് കൈമാറുന്ന ഒരു ദൂത് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഇരിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ആമേൻ. നിന്നെ കൊണ്ട് കെൽപ്പില്ലാത്തത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ദൈവം. ആമേൻ. പ്രൈസ് ഗോഡ്. നിന്നെ കൊണ്ട് കെൽപ്പില്ല. ഫെലിസ്ത്യന് തല്ലാൻ നിനക്ക് ശക്തിയില്ല. പക്ഷേ ഒരു കഴുതയുടെ താടിയെല്ലും പച്ച താടിയെല്ലും വലിച്ചെടുത്ത് പ്രൈസ് ഗോഡ്, ഓ കുന്നൊന്ന്, കുന്ന് രണ്ട്, കുന്ന് മൂന്ന് എന്ന് പറഞ്ഞ് കൊല്ലത്തക്കവണ്ണം ആത്മശക്തി വ്യാപരിച്ചെങ്കിൽ, ശക്തി വ്യാപരിച്ചെങ്കിൽ, ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, അടാറസക്കേമനി, നിനക്കെതിരെയുള്ള ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യത്തക്കവണ്ണം ദൈവാത്മാവ് നിന്നിൽ കൂടെ പ്രവർത്തിച്ച് ഒരു അത്ഭുതം ചെയ്ത് മാറ്റാൻ പോകുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ ശക്തി, ഈ സൂമിനെ, പ്രൈസ് ദി ലോർഡ്, ഗ്രീൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിനെ ഒരു അത്ഭുതമായി മാറ്റാൻ പോകുക. ഇത് ചർച്ചയാക്കി മാറ്റാൻ പോകുക. ആമേൻ. ഇത് നടക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെട്ട് നിരാസക്കരെ മറ്റുള്ളവർ അനേകർ കടന്നു വന്ന് ആശ്രയിച്ച് ബലപ്പെട്ട് ശക്തിപ്പെട്ട് ദൈവകൃപയിൽ വളരുമെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഇത്രയും സമയം എന്റെ വചനം ശ്രവിച്ച എല്ലാ ദൈവമക്കൾക്കും ഇതിനു വേണ്ടി എന്നെ ക്ഷണിച്ച അഭിഷക്ത കർത്തൃദാസിക്കും ക്രിസ്തുവിലുള്ള നന്ദിയും വന്ദനം അറിയിക്കുന്നു. ദൈവവചനത്തിൽ കൂടെയുള്ള ദൂത് മാത്രമാണ് ദൈവാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞതുകൊണ്ടാണ് പേര് വിളിച്ചു പറയാതിരുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾക്കുള്ള ദൂതുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതിൽ നിങ്ങൾക്കുള്ള ദൂത് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഇന്ന് പകൽക്കാലം നിങ്ങളും ഞങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ പിന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.